ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ്. മുട്ടയും പഴവും യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയെടുക്കുന്ന സ്വീറ്റ് ഡിഷായ കായ്പോളയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് നമുക്ക് ഏത്തപ്പഴം വേണം. ഞാനിവിടെ 2 എണ്ണം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്യൂസും റൈസിൻസും ഒന്ന് വറുത്തെടുക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പഴയ പാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നെയ്യ് പുരട്ടിയ പാനും വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അടിക്ക് പിടിക്കത്തില്ല. അതിനാണ് അടിയിലൊരു പാൻ കൂടി വെച്ച് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കുക്കായി വന്നോളും. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂസും റൈസിൻസും ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കായി ഒന്ന് നോക്കാം. ഇതുപോലൊരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഇവിടെ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിനെ ഒരു 2 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.